ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. ബിജെപിയുടെ ഔദാര്യത്തിലാണ് കേരള സർക്കാർ നിലനിന്നു പോകുന്നതെന്ന് കെ സുധാകരൻ. ഷംസീറിന്റെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മോദിയോട് വെറുപ്പില്ലെന്ന് രാഹുൽ ഗാന്ധി. സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരമെന്ന് പാർട്ടി വാർത്താക്കുറിപ്പ്. മുള്ളൂർക്കര മനപ്പടിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ ബോഗികൾ വേർപെട്ടു. ക്യാൻസർ മരുന്നുകളുടെ നികുതി 12-ൽ നിന്ന് 5% കുറച്ച് GST കൗൺസിൽ യോഗം. സംസ്ഥാനത്തെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇത്തവണ വീട്ടുകാർക്കൊപ്പം ഓണം ആഘോഷിക്കാം. വാർത്തകൾ വിശദമായി. ബിജെപിയുടെ ഔദാര്യത്തിലാണ് കേരള സർക്കാർ നിലനിൽക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. ബിജെപിയുടെ ഔദാര്യത്തിലാണ് കേരള സർക്കാർ നിലനിന്നു പോകുന്നതെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. പിണറായി വിജയനെതിരെ എത്രയോ കേസെടുക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ പിണറായിയെ സംരക്ഷിച്ചു നിർത്തി. RSS സ്റ്റാഫ് സംരക്ഷിച്ചു വന്ന തന്റെ പ്രസ്താവന വേറൊരു സാഹചര്യത്തിലായിരുന്നെന്നും അതും സ്പീക്കറുടെ പ്രതികരണവും തമ്മിൽ കൂട്ടിക്കുഴക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണ വിധേയർ പലരും CPM ബന്ധമുള്ളവരാണ്. അവരെ സംരക്ഷിക്കാനാണ് റിപ്പോർട്ട് നീട്ടിക്കൊണ്ടുപോയത്. RSSുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് MP ആരാണെന്ന് അന്വേഷിക്കുകയാണ്. അങ്ങനെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. NHAI പാനലിൽ ചാണ്ടി ഉമ്മൻ ഉൾപ്പെട്ടത് അഭിഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരം മാത്രമായാണ് കാണുന്നതെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. RSS ഇന്ത്യയുടെ പ്രധാന സംഘടനയാണെന്ന സ്പീക്കർ AM ഷംസീറിന്റെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. RSS ഇന്ത്യയുടെ പ്രധാന സംഘടനയാണെന്ന സ്പീക്കർ AN ഷംസീറിന്റെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട സംഘടനയാണ് RSS. ആ സംഘടന പ്രധാനപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ആ പ്രാധാന്യം എന്താണെന്ന ചോദ്യം ഉയരുന്നു. ഷംസീറിനെ പോലൊരാൾ ആ പ്രസ്താവന ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്നും RSS പ്രധാന സംഘടനയെന്നത് ഇടതുപക്ഷത്തിന്റെ നിലപാടല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാറിനെയും അദ്ദേഹം വിമർശിച്ചു. RSS നേതാക്കളുമായുള്ള സൗഹൃദം എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് വ്യക്തമാക്കണമെന്നും ബിനോയ് വിശ്വം. മോദിയോട് വെറുപ്പില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മോദിയോട് വെറുപ്പില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വാഷിംഗ്ടൺ DC-യിലെ ജോർജ് ടൗൺ സർവകലാശാലയിൽ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടേക്കാം, പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ മോദിയെ വെറുക്കുന്നില്ല. അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്, ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് കരുതി അദ്ദേഹത്തെ വെറുക്കുന്നുമില്ല. അദ്ദേഹത്തിൻ്റെയും എൻ്റെയും വ്യത്യസ്ത വീക്ഷണമാണെന്ന് രാഹുൽ പറഞ്ഞു. ശരിക്കു പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് അദ്ദേഹത്തോട് സഹാനുഭൂതി തോന്നാറുണ്ട്. അദ്ദേഹത്തിനെതിരെ ഞാൻ എന്ന നിലപാടിനേക്കാൾ എത്രയോ മികച്ചതാണ് എൻ്റെ രീതിയെന്ന് ഞാൻ കരുതുന്നു. മറിച്ച് എതിരാളിയെ കാണുക ക്രിയാത്മകമാണെന്ന് കരുതുന്നില്ലെന്ന് രാഹുൽ പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഹുൽ US-ൽ എത്തിയത്. ഡൽഹി എയിംസിൽ ചികിത്സയിൽ കഴിയുന്ന CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരമെന്ന് പാർട്ടി വാർത്താക്കുറിപ്പ്. ഡൽഹി എയിംസിൽ ചികിത്സയിൽ കഴിയുന്ന CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരമെന്ന് പാർട്ടി വാർത്താക്കുറിപ്പ്. കടുത്ത ശ്വാസകോശ അണുബാധയെ തുടർന്നാണ് സീതാറാം യെച്ചൂരിയെ ഡൽഹി എയിംസിൽ പ്രവേശിപ്പിച്ചത്. 4 ദിവസമായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് യെച്ചൂരി ചികിത്സയിൽ തുടരുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിൽ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുകയാണ്. വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക സംഘം ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കുന്നുണ്ടെന്നും നിലവിൽ ഗുരുതരാവസ്ഥയിലാണെന്നും വാർത്താക്കുറിപ്പിൽ CPM കേന്ദ്ര കമ്മിറ്റി അറിയിച്ചു. കഴിഞ്ഞ മാസം 20-നാണ് യെച്ചൂരിയെ ന്യൂമോണിയ ബാധയെ തുടർന്ന് ഡൽഹി എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നേരത്തെ യെച്ചൂരിയെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. മുള്ളൂർക്കര മനപ്പടിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ ബോഗികൾ വേർപെട്ടു. വടക്കാഞ്ചേരി മുള്ളൂർക്കരയിൽ ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ ബോഗികൾ വേർപെട്ടു. ലോക്കോ പൈലറ്റിന്റെ അടിയന്തര ഇടപെടൽ കൊണ്ട് വൻ അപകടം ഒഴിവായി. ഇതോടെ മണിക്കൂറുകളോളം ഒട്ടേറെ തീവണ്ടികൾ പിടിച്ചിട്ടു. ഇന്ന് പുലർച്ചെ 5:45 മുള്ളൂർക്കര ആറ്റൂർ മനക്കിപ്പടിക്ക് സമീപമാണ് ഗുഡ്സ് ട്രെയിനിന്റെ ബോഗികൾ വേർപെട്ടത്. ഇതോടെ ഡ്രൈവറും ലോക്കോ പൈലറ്റും ഗാർഡും ചേർന്ന ബോഗികൾ ശരിയാക്കി. സമീപ സ്റ്റേഷനുകളിൽ വിവിധ ട്രെയിനുകൾ പിടിച്ചിട്ടതിനാൽ ഒരു റെയിൽവേ ഗേറ്റും തുറന്നില്ല. ഇതോടെ റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു. ക്യാൻസർ മരുന്നുകളുടെ നികുതി 12-ൽ നിന്ന് 5% കുറച്ച് GST കൗൺസിൽ യോഗം.
ക്യാൻസർ മരുന്നുകളുടെ നികുതി 12-ൽ നിന്ന് 5% കുറച്ച് GST കൗൺസിൽ യോഗം. അതേസമയം ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ GST കുറയ്ക്കുന്നതിൽ തീരുമാനമായില്ല. ഈ വിഷയം നവംബറിൽ ചേരുന്ന കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. ഇക്കാര്യം പരിശോധിക്കാനായി മന്ത്രിതല സമിതിയെ നിയോഗിച്ചതായും GST കൗൺസിൽ യോഗത്തിന് ശേഷം ധനമന്ത്രി പറഞ്ഞു. നിലവിൽ 18% പ്രീമിയത്തിന്റെ GST. കേന്ദ്ര സംസ്ഥാന സർവകലാശാലകളുടെ GST ഒഴിവാക്കിയിട്ടുണ്ട്. ചില ലഘുഭക്ഷണങ്ങളുടെയും GSTയിൽ കുറവ് വരുത്തി. ഷെയറിംഗ് അടിസ്ഥാനത്തിലുള്ള ഹെലികോപ്റ്ററുകളുടെ GST 5% ഓൺലൈൻ ഗെയിമിംഗിൽ നിന്നുള്ള വരുമാനം 412% വർദ്ധിച്ചതായി മന്ത്രി അറിയിച്ചു. ഒരിടവേള. ഓണം പ്രമാണിച്ച് ഓട്ടുപാറ മാണീസിൽ വിലക്കുറവിന്റെ വമ്പൻ ഓഫറുകൾ. നറുക്കെടുപ്പിലൂടെ കൈനിറിയ സമ്മാനങ്ങൾ നേടാൻ മറ്റൊന്നുമില്ലാത്ത ഓഫറുകളുമായി ഓട്ടുപാറയിലെ മാണീസ്. ഓണം കെങ്കേമമാക്കാൻ മാണീസിനോടൊപ്പം ആഘോഷിക്കൂ. ഈ ഓണം മാണീസിനോടൊപ്പം. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 9072 303443 8078417443. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്തെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇത്തവണ വീട്ടുകാർക്കൊപ്പം ഓണം ആഘോഷിക്കാം. ഇത് സംബന്ധിച്ച് DGP പ്രത്യേക ഉത്തരവിറക്കി. സംസ്ഥാനത്തെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇത്തവണ വീട്ടുകാർക്കൊപ്പം ഓണം ആഘോഷിക്കാം. ഇത് സംബന്ധിച്ച് DGP പ്രത്യേക ഉത്തരവിറക്കി. ഡ്യൂട്ടി ക്രമീകരിക്കാൻ യൂണിറ്റ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. DGP പോലീസുകാർക്കിടയിൽ ജോലി സമ്മർദ്ദവും ആത്മഹത്യാ പ്രേരണയും വർദ്ധിച്ചു വരുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ ചർച്ചയായതിന്റെ പശ്ചാത്തലത്തിലാണ് ഉത്തരവ്. വീട്ടിലെ സാധാരണ ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാൻ സാധിക്കുന്നില്ലെന്ന പരാതി വ്യാപകമായിരുന്നു. ഇതിനിടെ വന്ന DGPയുടെ ഉത്തരവ് വരും ദിവസങ്ങളിൽ പോലീസുകാർക്ക് വീട്ടുകാർക്കൊപ്പം ഓണം ആഘോഷിക്കാനുള്ള ഡ്യൂട്ടി ക്രമീകരണങ്ങൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ നടപ്പാക്കും. RSSനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ ബഹുസ്വരതയെ മനസ്സിലാക്കാൻ RSSന് സാധിച്ചില്ലെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ ബഹുസ്വരതയെ മനസ്സിലാക്കാൻ RSSന് സാധിച്ചിട്ടില്ലെന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. നിങ്ങൾ പഞ്ചാബിൽ നിന്നോ ഹരിയാനയിൽ നിന്നോ രാജസ്ഥാനിൽ നിന്നോ ആകട്ടെ, എല്ലാവർക്കും ചരിത്രവും പാരമ്പര്യമുണ്ടെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വാഷിംഗ്ടൺ സന്ദർശനത്തിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. ചില സംസ്ഥാനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ താഴ്ന്നതാണെന്നാണ് RSS പറയുന്നത്. ചില മതങ്ങൾ മറ്റു മതങ്ങളെക്കാൾ താഴ്ന്നതാണെന്ന് RSS പറയുന്നു. ചില ഭാഷകൾ മറ്റു ഭാഷകളെക്കാൾ താഴ്ന്നതാണെന്നും അവർ പറയുന്നു. ഇതാണ് RSSന്റെ പ്രത്യയശാസ്ത്രം. ഇത് അവസാനിക്കുന്നത് ലോക്സഭയിലോ പോളിംഗ് ബൂത്തിലോ ആകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തെ ജനങ്ങൾക്ക് BJPയോടുള്ള ഭയം ഇല്ലാതായെന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇന്ത്യ ഒരു ആശയം മാത്രമാണെന്നാണ് RSS വിശ്വസിക്കുന്നത്. എന്നാൽ തങ്ങൾ ഇന്ത്യയെ ആശയങ്ങളുടെ ബഹുസ്വരമായാണ് കാണുന്നത് എന്നുമായിരുന്നു ടെക്സസിലെ ഡാലസിൽ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് രാഹുൽ ഗാന്ധി പറഞ്ഞത്. BJPക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ഭരണഘടനയെ ആക്രമിക്കുകയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടാൻ ശ്രമം. സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് ഡിജിറ്റൽ അറസ്റ്റിലൂടെ പണം തട്ടാൻ ശ്രമം. CBI ഉദ്യോഗസ്ഥൻ ചമഞ്ഞാണ് സൈബർ തട്ടിപ്പിന് ശ്രമം നടന്നത്. CBI രജിസ്റ്റർ ചെയ്ത ഒരു കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തട്ടിപ്പ് സംഘം സമീപിച്ചതെന്ന് ജെറി അമൽദേവ് പറഞ്ഞു. 1,70,000 രൂപ തട്ടിപ്പ് സംഘം അക്കൗണ്ടിലേക്ക് അയക്കാനും ആവശ്യപ്പെട്ടു. CBI സുപ്രീം കോടതി രേഖകൾ അയച്ചു നൽകിയാണ് തട്ടിപ്പിന് ശ്രമിച്ചത്. ഭീഷണിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു സംസാരം. പണം പിൻവലിക്കാനായി ബാങ്കിൽ എത്തിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായതെന്നും ഇതോടെ പണം നൽകിയില്ലെന്നും ജെറി പറഞ്ഞു. ഒരാഴ്ചയാണ് ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ മാനസിക സമ്മർദ്ദം നേരിട്ടത്. ഒടുവിൽ പണം നൽകാൻ തീരുമാനിച്ചു. ചാത്തിയത്തുള്ള ഫെഡറൽ ബാങ്ക് എത്തി പണം പിൻവലിക്കുന്ന സമയത്ത് ബാങ്ക് മാനേജറാണ് തട്ടിപ്പ് മനസ്സിലാക്കിയത്. പിന്നാലെ പോലീസിനെ വിവരം അറിയിച്ചുവെന്ന് ജെറി അമൽദേവ് പ്രതികരിച്ചു. തലനാരിഴയ്ക്കാണ് ജെറിക്ക് പണം നഷ്ടമാകാതിരുന്നത്. സംഭവത്തിൽ എറണാകുളം നോർത്ത് പോലീസിൽ ജെറി പരാതി നൽകി. ദിവസവും ഇത്തരം തട്ടിപ്പിന് ആളുകൾ ഇരയാവുന്നുവെന്നും കോടികൾ നഷ്ടപ്പെട്ടവർ ഉണ്ടെന്നും ഫെഡറൽ ബാങ്ക് മാനേജർ പറഞ്ഞു. ഒറ്റയ്ക്ക് താമസിക്കുന്നവരെയാണ് ഇത്തരം സംഘം ലക്ഷ്യമിടുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. സൗഹൃദം ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച പ്രശസ്ത വാദ്യ സംഗീത കലാകാരൻ KNP നമ്പീശന്റെ ജീവചരിത്ര സംബന്ധമായ നാട്യവാദ്യ സാർവഭൗമം എന്ന പുസ്തകത്തിന്റെ പുസ്തക പ്രകാശന ചടങ്ങ് നടന്നു. സൗഹൃദം ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച
പ്രശസ്ത വാദ്യ സംഗീത കലാകാരൻ KNP നമ്പീശന്റെ ജീവചരിത്ര സംബന്ധമായ നാട്യവാദ്യ സാർവഭൗമം എന്ന പുസ്തക പ്രകാശന ചടങ്ങ് തൃശൂർ സംഗീത നാടക അക്കാദമി നാട്യഗൃഹത്തിൽ വെച്ച് നടന്നു. സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. അതിഗംഭീരമായ ഒരു സഞ്ചരിക്കുന്ന നൃത്തോത്സവം. എനിക്ക് തോന്നുന്നത് സംഗീത അക്കാദമി എല്ലാ കാലത്തും കേരളത്തിന്റെ ഏറ്റവും അഭിമാന നൃത്തരൂപമായ മോഹിനിയാട്ടത്തിന് വേണ്ടി ഒരു മുൻകൈ, അതിനുള്ള ഏറ്റവും വലിയ കൈത്താങ്ങ് നൽകാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ചർച്ചകൾ പലപ്പോഴും കൊണ്ടരക്കണോ മെഡലിടണോ എന്നൊക്കെയുള്ളതായിരിക്കും. എന്നാലും അത് പിൽക്കാലത്ത് കുറെ കൂടി അതിന്റെ ഉള്ളടക്കത്തിലേക്ക് ഗൗരവപൂർണമായി ആണ്ടിറങ്ങുന്ന നിലയിലേക്ക് മാറ്റുമെന്ന് തെളിപ്പുറമേയുള്ള ചർച്ചകൾക്കപ്പുറത്തേക്ക് അതിലേറ്റവും വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിന്റെ പ്രതിനിധി കൂടിയാണ് നമ്മുടെ ഇന്നത്തെ കഥാപുരുഷനായിട്ടുള്ള ശ്രീ KNP നമ്പീശൻ. നാട്യവാദ്യകലാ രംഗത്ത് അദ്വിതീയനാണ് KNP നമ്പീശൻ എന്ന് അദ്ദേഹം പറഞ്ഞു. കലാവിഷ്കാരത്തിന്റെ മാതൃകയായി മാറിയ നമ്പീശന്റെ പുസ്തകം വരും തലമുറയ്ക്കാണ് കൂടുതൽ ഉപയുക്തമാകുകയെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. നെല്ലുവായ് രഞ്ജിനി രസിക സഭ ട്രസ്റ്റ് സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രശസ്ത സംഗീത ശാസ്ത്രജ്ഞൻ പ്രൊഫസർ ജോർജ് എസ് പോൾ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ അക്കാദമി സെക്രട്ടറി പ്രൊഫസർ CP അബൂബക്കർ പുസ്തകത്തിന്റെ ആദ്യ പ്രതി പ്രശസ്ത സാഹിത്യകാരൻ വിജി K മേനോന് നൽകി പ്രകാശനം ചെയ്തു. ഡോക്ടർ S നാരായണൻ, മാധവിക്കുട്ടി, പ്രൊഫസർ പുന്നക്കൽ നാരായണൻ, R രാധാകൃഷ്ണൻ, ബിജു കലാമണ്ഡലം, നാരായണൻ, ഗിരിജ നമ്പീശൻ എന്നിവർ പ്രസംഗിച്ചു. പക്ഷേ സമയത്തിന് മുൻപായി ഞാൻ ഈ ചുമതല നിർവഹിക്കുന്നത് സംവിധാന സെക്രട്ടറി ശ്രീ കരിവള്ളൂർ മുരളി അദ്ദേഹം. തുടർന്ന് സുജാത നായർ, ബേബി പരിണി എന്നിവരുടെ നൃത്യങ്ങൾ അരങ്ങേറി. കലകളുടെയും കലാകാരന്മാരുടെയും നാടായ എങ്കക്കാട് ഗ്രാമത്തിൽ ഉത്രാടനാളിൽ കലയുടെ കേളികൊട്ടുയരും. കലകളുടെയും കലാകാരന്മാരുടെയും നാടായ എങ്കക്കാട് ഗ്രാമത്തിൽ ഉത്രാടനാളിൽ കലയുടെ കേളികൊട്ടുയരും. എങ്കക്കാട് SPC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓണക്കളികൾ, കായിക വിനോദങ്ങൾ, കലാസന്ധ്യ എന്നീ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എങ്കക്കാട് കുന്നത്തുപറമ്പിൽ വെച്ച് നടക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ആലത്തൂർ MP K രാധാകൃഷ്ണൻ നിർവഹിക്കും. SBC പ്രസിഡന്റ് അമൻ T അധ്യക്ഷത വഹിക്കും. നടൻ സിദ്ധാർത്ഥ് ഭരതൻ മുഖ്യ അതിഥിയായിരിക്കും. ഷീല മുരളി, ജിജി സാംസൺ, സതീഷ് കോർമാത്ത്, VP മധു, വിജയൻ പാറയിൽ, സൈദലവി, രജനി ടീച്ചർ, നിതിൻ കൃഷ്ണ എന്നിവർ പ്രസംഗിക്കും. രാജ്യത്ത് എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രാജ്യത്ത് എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ശേഷം ആദ്യമായാണ് ഇന്ത്യയിൽ എംപോക്സ് സ്ഥിരീകരിച്ചത്. കേന്ദ്ര സർക്കാർ ഉന്നതതല യോഗം ചേർന്ന് സാഹചര്യം വിലയിരുത്തും. പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്ന് എത്തിയ യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാൾ നിലവിൽ നിരീക്ഷണത്തിലാണ്. സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 2022 ജൂലൈ മുതൽ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ക്ലേഡ് 2 വൈറസാണ് യുവാവിൽ കണ്ടെത്തിയത്. ക്ലേഡ് 1 വൈറസ് പടർന്നു പിടിച്ചതിനെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതിനാൽ ആശങ്ക വേണ്ടെന്ന് കേന്ദ്രം വ്യക്തമാക്കി. എന്നാൽ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന രോഗമാണ് മങ്കി പോക്സ് അഥവാ വാനരവസൂരി.
തീവ്രത കുറവാണെങ്കിലും 1980 ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണങ്ങളുമായി വാനര വസൂരിയുടെ ലക്ഷണങ്ങൾക്ക് സാദൃശ്യവുമുണ്ട്. വാർത്തകൾ തുടരുന്നു. ഓട്ടുപാറയിലെ ഏറ്റവും വലിയ പാത്രക്കടയിൽ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ. ഓൺലൈൻ വിലയേക്കാൾ വിലക്കുറവിൽ വീട്ടുപകരണങ്ങൾ, എക്സ്ചേഞ്ച് ഓഫറുകൾ, ഡിസ്കൗണ്ട് സെയിൽ. ജനതയുള്ളപ്പോൾ ഇനി എന്തിന് മറ്റൊരിടം തേടി പോകണം? ഓണത്തിനൊരുങ്ങാൻ ജനതയൊരുക്കുന്ന സുവർണാവസരം. മിക്സി, ഇൻഡക്ഷൻ കുക്കർ, ഗ്യാസ് സ്റ്റൗ, കുക്കർ, 3 പീസ് നോൺ സ്റ്റിക് കുക്ക്വെയർ, കെറ്റിൽ, മോപ്പ്, അയൺ ബോക്സ് എന്നിവയടങ്ങുന്ന പാക്കേജ് ഓണം പ്രമാണിച്ച് 8,899 രൂപയ്ക്ക് ലഭിക്കുന്നു. ജനതയിൽ ഇപ്പോൾ വിലക്കുറവിന്റെ ആഘോഷം. ജനത ഫ്രാൻസിസ് ടവർ, ഓട്ടുപാറ. ഫോൺ 9526267779. ഒരു ഇടവേള കൂടി. ഓണപ്പൂക്കളം ഒരുക്കാൻ ചെണ്ടുമല്ലി കൃഷി ചെയ്ത് സൗജന്യമായി നൽകുകയാണ് ചിറ്റാറ്റുകര ക്ഷീരസംഘത്തിലെ ജീവനക്കാരനായ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പറുമായ KM ജോർജ്. ഓണപ്പൂക്കളം ഒരുക്കാൻ ചെണ്ടുമല്ലി കൃഷി ചെയ്ത് സൗജന്യമായി ജനങ്ങൾക്ക് നൽകുകയാണ് ചിറ്റാറ്റുകര ക്ഷീരസംഘത്തിലെ ജീവനക്കാരനും കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് എക്സിക്യൂട്ടീവ് മെമ്പറുമായ KM ജോർജ് ഏട്ടൻ. ചിറ്റാറ്റുകരയിലെ സജി മാനത്തിൽ എന്നയാളുടെ 50 സെന്റോളം വരുന്ന ഭൂമി പാട്ടത്തിനടുത്താണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയിട്ടുള്ളത്. വരുമാനമൊന്നും നോക്കാതെ ആവശ്യക്കാർക്ക് സൗജന്യമായി ജോർജേട്ടന്റെ തോട്ടത്തിൽ നിന്നും ചെണ്ടുമല്ലിപ്പൂക്കൾ ലഭിക്കും. വർഷങ്ങളായി ഇത്തരത്തിൽ ജോർജേട്ടൻ ചെണ്ടുമല്ലി കൃഷി ഇറക്കുന്നുണ്ട്. ചുവപ്പ്, മഞ്ഞ എന്നീ നിറങ്ങളിൽ പൂത്തു നിൽക്കുന്ന ചെണ്ടുമല്ലിത്തോട്ടത്തിൽ 2 മണിക്കൂറോളം നേരം ജോർജേട്ടൻ ദിവസവും ചിലവഴിക്കും. നിരവധി പേരാണ് ജോർജേട്ടനിൽ നിന്നും പൂവ് ശേഖരിക്കാൻ എത്തുന്നത്. ചിറ്റാറ്റുകര പള്ളിയിലേക്കും ഇദ്ദേഹം ചെണ്ടുമല്ലിപ്പൂക്കൾ നൽകി വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. മിഴാവൊലിയിൽ നടനം പൂത്തുലഞ്ഞപ്പോൾ അത് ആസ്വാദകർക്ക് വേറിട്ടൊരനുഭവമായി. എനി ടൈം ന്യൂസ് സ്പെഷ്യൽ. മിഴാവൊലിയിൽ നടനം പൂത്തുലഞ്ഞപ്പോൾ അത് ആസ്വാദകർക്ക് വേറിട്ടൊരനുഭവമായി. ഞങ്ങളുടെ പ്രതിനിധി കൃഷ്ണകുമാർ പൊതുവാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്. കൂടിയാട്ടത്തിലെ മിഴാവ് വാദനത്തിൽ പ്രശസ്തനായ യുവകലാകാരൻ കലാമണ്ഡലം അഭിജോഷും നർത്തകിയുമായ കലാക്ഷേത്ര പ്രതീക്ഷയും അവതരിപ്പിച്ച മിഴാവൊലി ആസ്വാദകർക്ക് നവ്യാനുഭവമായി. മിഴാവ് കലാകാരൻ കലാമണ്ഡലം അഭിജോഷ് പ്രതീക്ഷയെ വിവാഹം കഴിച്ചത് 2 വർഷം മുമ്പാണ്. കലാമണ്ഡലം ഈശ്വരനുണ്ണി, കലാമണ്ഡലം അച്യുതാനന്ദൻ എന്നിവരുടെ കീഴിൽ മിഴാവ് പഠനം പൂർത്തിയാക്കിയ കലാമണ്ഡലം അഭിജോഷ് കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പ് ലഭിച്ച കലാകാരനാണ്. ഇനി വാണിജ്യം. തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വടക്കാഞ്ചേരി ഓട്ടുപാറയിലെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ബ്യൂട്ടി സിൽക്സിൽ തിരക്കേറി. തിരുവോണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വടക്കാഞ്ചേരി ഓട്ടുപാറയിലെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ബ്യൂട്ടി സിൽക്സിൽ തിരക്കേറി. രാവിലെ മുതൽ വൈകുന്നേരം വരെ വൻ തിരക്കാണ് സ്ഥാപനത്തിൽ അനുഭവപ്പെടുന്നത്. ഓണവിപണിയിൽ വസ്ത്രവ്യാപാര രംഗത്ത് മറ്റെങ്ങും ലഭിക്കാത്ത വസ്ത്രങ്ങളുടെ ശേഖരം ഉള്ളതിനാലാണ് വസ്ത്രങ്ങൾ വാങ്ങാനായി ആളുകൾ ബ്യൂട്ടി സിൽക്സിൽ എത്തുന്നത്.
സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും അഭിരുചിക്കനുസരിച്ചുള്ള വസ്ത്രങ്ങളുടെ സ്റ്റോക്ക് ഉള്ളതിനാലാണ് ഏവരെയും ഇവിടേക്ക് ആകർഷിക്കുന്നത്. ഓണം പ്രമാണിച്ച് പ്രത്യേക സമ്മാന പദ്ധതികളും ബ്യൂട്ടി സിൽക്സ് നടപ്പിലാക്കുന്നുണ്ട്. സ്ഥാപനത്തിലെത്തുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും സൗജന്യമായി പായസ കിറ്റും വിതരണം ചെയ്യുന്നുണ്ട്. 2 നിലകളിലായി വിശാലമായി ഒരുക്കിയിട്ടുള്ള വസ്ത്രവ്യാപാര ശൃംഖലയിൽ ജീവനക്കാരുടെ നിസ്വാർത്ഥ സേവനം ഏറെ പ്രശംസനീയമാണ്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും ബ്യൂട്ടി സിൽക്സിന്റെ മാത്രം പ്രത്യേകതയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബിജെപിയുടെ ഔദാര്യത്തിലാണ് കേരള സർക്കാർ നിലനിന്നു പോകുന്നതെന്ന് കെ സുധാകരൻ. ഷംസീറിന്റെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മോദിയോട് വെറുപ്പില്ലെന്ന് രാഹുൽ ഗാന്ധി. സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരമെന്ന് പാർട്ടി വാർത്താക്കുറിപ്പ്. മുള്ളൂർക്കര മനപ്പടിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന ഗുഡ്സ് ട്രെയിനിന്റെ ബോഗികൾ വേർപെട്ടു. ക്യാൻസർ മരുന്നുകളുടെ നികുതി 12-ൽ നിന്ന് 5% കുറച്ച് GST കൗൺസിൽ യോഗം. സംസ്ഥാനത്തെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇത്തവണ വീട്ടുകാർക്കൊപ്പം ഓണം ആഘോഷിക്കാം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.